അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്കിലെ 15-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. മനുഷ്യരെ സൃഷ്ടിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ഓരോ ചലനങ്ങളെക്കുറിച്ചും അവരുടെ മനങ്ങൾ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് പോലും അതിസൂക്ഷ്മമായി അറിയുന്നവനാണെന്നും, അതിനാൽ തന്നെ മനുഷ്യർ എത്ര ഉച്ചത്തിലോ എത്ര പതുക്കെയോ സംസാരിച്ചാലും ഇതെല്ലാം അള്ളാഹു അറിയുകയും കേൾക്കുകയും ചെയ്യുമെന്നും കഴിഞ്ഞ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയുണ്ടായി. ശേഷം മനുഷ്യർക്കായി അള്ളാഹു ചെയ്തു തന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയാണ് 15-ാമത്തെ വചനത്തിൽ. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ആയത്തിന്റെ അർത്ഥം, അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധേയമാക്കി തന്നവൻ. അതിനാൽ അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും അവന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. അവങ്കിലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പുള്ളത്. ഹുവ അവനാകുന്നു, അല്ലദീ എങ്ങനെയുള്ളവനാണ്, ജഅല ലക്കും നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചവനാണ്, അല്ലെങ്കിൽ ആക്കി തന്നവനാണ്, അൽ അർള ഭൂമിയെ എന്താക്കി തന്നവനാണ്, ദലൂല വിധേയമാക്കി തന്നവനാണ്, ഫംശു അതിനാൽ നിങ്ങൾ നടന്നുകൊള്ളുക, ഫീ മനാകിബിഹ അതിന്റെ ചുമലുകളിലൂടെ നടന്നുകൊള്ളുക, വകുലു നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക, മിർ റിസ്ഖിഹി അതിന്റെ ഉപജീവനത്തിൽ നിന്നും, അഥവാ ഭൂമിയുടെ ഉപജീവനത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക, വഇലൈഹിൻ നുശൂർ അവങ്കിലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഭൂമിയെ അവർക്ക് വാസയോഗ്യമാക്കി കൊടുത്തു എന്നത്. അതാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല എന്ന്, അഥവാ അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിധേയമാക്കി തന്നവൻ എന്ന്. അപ്പൊ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി വിധേയമാക്കി തന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി അൻ ജഅലഹാ ഖാറതൻ സാകിനതൻ ലാ തംതദ്ദു വലാ തൽതരിബ് ബിമാ ജഅല ഫീഹാ മിനൽ ജിബാൽ. ആ ഭൂമിയിൽ പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ആഴത്തിൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും വിധത്തിൽ അത്രയും വലിയ പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും അങ്ങനെ ആ പർവ്വതങ്ങൾ മുഖേന ഭൂമി ഇളകിമറിയാതിരിക്കുകയും മറ്റു ഗോളങ്ങളെപ്പോലെ വസിക്കാൻ കഴിയാത്തതല്ലാത്ത രൂപത്തിൽ വസിക്കാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ മാറ്റുകയും ചെയ്തു എന്നതാണ്. വഅംബഅ ഫീഹാ മിനൽ ഉയൂൻ അരുവികൾ ഒഴുക്കിക്കൊണ്ട് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാസയോഗ്യമാക്കി. വസലക ഫീഹാ മിനസ് സുബുൽ മാർഗങ്ങൾ തെളിച്ചുകൊണ്ടും അല്ലെങ്കിൽ വഴികൾ തെളിച്ചുകൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ പ്രകൃതത്തിന് ഒത്തതാക്കി ഭൂമിയെ റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറാക്കി തന്നു എന്നാണ്. വഹയ്യഅഹാ ഫീഹാ മിനൽ മനാഫിഅ ധാരാളക്കണക്കിന് ഗുണങ്ങൾ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സജ്ജീകരിക്കുകയും ചെയ്തു. വമവാദിഇസ് സുറൂഇ വസിമാർ അതേപോലെ തന്നെ ഫലങ്ങളും കൃഷികളും മറ്റു വിഭവങ്ങളുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മുളക്കുന്ന രീതിയിൽ ഭൂമിയെ സജ്ജമാക്കുകയും ചെയ്തു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നാസിആത്തിൽ 32-3 വചനങ്ങളിൽ കാണാം, വൽ ജിബാല അർസാഹ മതാഅൻ ലക്കും വലി അൻആമിക്കും. അഥവാ പർവ്വതങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കാനും നമ്മുടെ കാലികൾക്കുള്ള മാർഗങ്ങളായിക്കൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ചിട്ടുള്ളതാണ്. നാം സൂറത്തു അബസയിലെ 27 മുതലുള്ള വചനങ്ങൾ, ഫഅംബത്നാ ഫീഹാ ഹബ്ബ എന്നിട്ട് അതിൽ നാം ധാന്യങ്ങൾ മുളപ്പിച്ചു, വഇനബൻ വഖദ്ബ അതേപോലെ തന്നെ മുന്തിരിയും പച്ചക്കറികളുമെല്ലാം നാം അതിൽ മുളപ്പിച്ചു, വസൈതൂനൻ വനഖ്ല ഒലിവും ഈന്തപ്പനയും, വഹദായിക ഗുൽബ ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും, വഫാകിഹതൻ വഅബ്ബ പഴവർഗ്ഗങ്ങളും പുല്ലും എല്ലാം തന്നെ ആ ഭൂമിയിൽ നാം ജനങ്ങൾക്ക് വാസയോഗ്യമാക്കുവാൻ വേണ്ടി അതിൽ മുളപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇന്നഹാ മിൻ തസ്ഖീരില്ലാഹി തആല ലിൽ അർളി അൻ ജഅലഹാ കിഫാതൻ ലിൽ ഇൻസാനി ഫി ഹയാതിഹി ബിതസ്ഹീലി മഈശതിഹി മിൻഹാ വഹയാതിഹി അലാ ദഹരിഹാ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ
അത് മനുഷ്യർക്ക് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് വാസയോഗ്യമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിന് ആവശ്യമായ സകല കാര്യങ്ങളും ഭൂമിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന ഉദ്ദേശം കൂടിയാണ് അവിടെയുള്ളത്. അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിന് എളുപ്പമായുള്ള എല്ലാ കാര്യങ്ങളും റബ്ബ് അതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ഭൂമിയിൽ അവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴും ഭൂമി അവർക്ക് കിഫാത്തായിരിക്കും, അവരെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും എന്നാണ്. അങ്ങനെ ആ രൂപത്തിൽ മനുഷ്യരുടെ ജീവിതത്തിന് പൂർണ്ണമായും യോഗ്യമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭൂമിയെ സജ്ജമാക്കി കൊടുത്തിരിക്കുന്നു എന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു ലജഅലഹ ഹദീദ, അതിനൊരു ഹദീദാക്കി മാറ്റാമായിരുന്നു. വനുഹാസൻ ഫലാ യസ്തതിഉൽ ഇൻസാൻ അൻ യഹ്റുസ ഫീഹാ, അതല്ലെങ്കിൽ മനുഷ്യർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള ആ ഒരു പ്രകൃതം ഭൂമിയിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു, മറ്റുള്ള ഗോളങ്ങളെ പോലെ ആക്കാമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ മനുഷ്യർക്ക് വാസയോഗ്യമായ രൂപത്തിലേക്ക് തയ്യാറാക്കി തന്നിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ നിഅമത്താണ്, മനുഷ്യർക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ കാരുണ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വലാ യഹ്ഫിർ വലാ യബ്നിയ, മനുഷ്യർക്ക് കഴിയാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ കുഴി കുത്താൻ കഴിയാത്ത രൂപത്തിൽ, കൃഷി ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ, അതുമല്ലെങ്കിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിയാത്ത രൂപത്തിൽ, വഇദാ മാത ലാ യജിദു മദ്ഫനൻ ഫീഹാ, മരണപ്പെട്ടാൽ മറമാടാൻ പോലും കഴിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഭൂമിയെ മാറ്റാമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്താൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി സജ്ജമാക്കി കൊടുത്തു എന്നതാണ്. അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ആഴങ്ങളിലേക്ക് ചിന്തിക്കുവാനുള്ള ആശയങ്ങൾ വഴിതെളിക്കുന്ന രൂപത്തിലാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. ഫംശു ഫി മനാകിബിഹാ, അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക. വകുലു മിർ റിസ്ഖിഹി, അതിലുള്ള ഉപജീവനങ്ങളിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ രീതിയിൽ മനുഷ്യർക്ക് വാസയോഗ്യമാം വിധം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇടപെടുവാനും വ്യാപൃതരാകുവാനും ജീവിത മാർഗങ്ങൾ കണ്ടെത്തുവാനും ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. സൂറത്തുൽ ഹജ്ജിൽ 65-ാമത്തെ വചനത്തിൽ കാണാം, അലം തറ അന്നല്ലാഹ സഖറ ലക്കും, അഥവാ നീ കണ്ടില്ലേ, അലം തറ നീ കണ്ടില്ലേ, മനസ്സിലാക്കിയില്ലേ, അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു സഖറ ലക്കും നിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, മാ ഫിൽ അർദി ഭൂമിയിലുള്ളതെല്ലാം, വൽ ഫുൽക തജ്രി ഫിൽ ബഹ്രി ബിഅംരി കടലിലൂടെ അവന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്ന കപ്പലിനെയും അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ്. സൂറത്തുൽ ജാസിയയിലെ 13-ാമത്തെ വചനത്തിലും കാണാം, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅൻ മിൻഹു, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ്. വിശ്വാസി എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും അനുഭവിക്കുമ്പോൾ, അത് ആസ്വദിക്കുമ്പോൾ തുടർച്ചയായി റബ്ബിനോട് ശുക്ർ കാണിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സൂറത്തു സുഖ്റുഫിലെ 12 മുതലുള്ള വചനങ്ങൾ, വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, ഇണകളെയെല്ലാം സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ ലിതസ്തവു അലാ ദുഹൂരിഹി, കപ്പലുകളും മൃഗങ്ങളും നിങ്ങൾക്കുള്ള യാത്രാ മാർഗങ്ങളായിക്കൊണ്ട് നിശ്ചയിച്ചു തന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവയെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നത്, ലിതസ്തവു അലാ ദുഹൂരിഹി അതിന്റെ പുറത്ത് നിങ്ങൾക്ക് ഇരിപ്പുറപ്പിക്കുവാനും, സുമ്മ തദ്കുറു നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി, അങ്ങനെ നിങ്ങൾ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കുവാനും വേണ്ടിയാണ്. വതഖൂലു നിങ്ങൾ പറയുകയും ചെയ്യുക, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുവാനും വേണ്ടിയാണെന്നാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഞങ്ങൾക്ക് വേണ്ടി ഇതിനെ വിധേയമാക്കി തന്നവൻ എത്രയോ പരിശുദ്ധനായിരിക്കുന്നു. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്കതിനെ ഇണക്കുവാൻ കഴിയുമായിരുന്നില്ല, അതിനെ കീഴ്പ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, തീർച്ചയായും ഞങ്ങൾ
ഞങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് തിരിച്ചെത്തുന്നവർ തന്നെയാകുന്നു. ഈ ഒരു പ്രാർത്ഥന വാഹനങ്ങളിൽ കയറുമ്പോൾ ഉരുവിടുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ വചനം നമ്മെ അധ്യാപനം നടത്തുന്നു. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ ഓർക്കുവാനും അവനെ സ്മരിക്കുവാനും അവനെ പ്രകീർത്തിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു തന്നിട്ടുള്ളത് എന്നാണ്. ഇപ്രകാരം ഭൂമിയെ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി സജ്ജമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ശേഷം പറയുന്നത് അഥവാ നിങ്ങൾ അതിന്റെ ചുമലുകളിലൂടെ നടന്നുകൊള്ളുക, അതിന്റെ ഉപജീവനങ്ങൾ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നാണ്. അഥവാ നിങ്ങൾ നിങ്ങളുടെ ജീവിത മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടോ അതല്ലാതെയോ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പ്രവിശ്യകളിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക, നിങ്ങൾ യാത്ര ചെയ്തു കൊള്ളുക. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന സഅയകും ലാ യുജ്ദി അലൈക്കും ഷൈആ, എന്നാൽ നിങ്ങളുടെ ഈ യാത്ര അത് മാത്രം നിങ്ങൾക്ക് പോഷണം ലഭിക്കുവാൻ കാരണമായി കൊള്ളണമെന്നില്ല. അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് അങ്ങനെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല. മറിച്ച് ഇല്ല അയ്യുയസ്സിറഹുല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് സാധൂകരിക്കുവാൻ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അഥവാ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതുപോലെ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ എല്ലാം അല്ലാഹു കണക്കാക്കിയതുപോലെ വന്നോളും എന്ന് പറഞ്ഞ് ശാന്തനായി ഇരിക്കുവാനോ ഉപജീവനം തേടാതെ ഒതുങ്ങിയിരിക്കാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. മറിച്ച് ഓരോരുത്തരും തന്നാൽ കഴിയും വിധം കാര്യങ്ങളും കാരണങ്ങളും വെച്ച് തേടുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ഫംശൂ ഫീ മനാകിബിഹാ, നിങ്ങൾ അതിന്റെ ചുമലുകളിലൂടെ സഞ്ചരിച്ചു കൊള്ളുക, വകുലൂ മിർ റിസ്ഖിഹി, നിങ്ങൾ അതിന്റെ ഉപജീവനം ആ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രയോഗം വളരെ ഭംഗിയായിക്കൊണ്ട് സൂറത്തുൽ ജുമുഅയുടെ 10-ാമത്തെ വചനത്തിൽ കാണാം. ഫന്തശിറൂ ഫിൽ അർള്, ആരാധനകളും നമസ്കാരങ്ങളും ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വിഹരിച്ചു കൊള്ളുക. വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുക, അത് തേടുകയും ചെയ്യുക. വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി നിങ്ങൾ സ്മരിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്നാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നാം ഭൂമിയിലൂടെ അന്വേഷിക്കേണ്ടതുണ്ട്, നമ്മുടെ ഉപജീവനം തേടേണ്ടതുണ്ട്. എന്നാൽ ഭൗതികപരമായുള്ള ആ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് പരലോകബോധം തീർത്തും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥ നമുക്കൊരിക്കലും തന്നെ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു അതിന്റെ കൂടെ വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ ധാരാളമായി കൊണ്ട് റബ്ബിനെ സ്മരിക്കുകയും ചെയ്യുക എന്ന് പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ അത് യഥാവിധം കൃത്യമായി പൂർത്തീകരിക്കുകയും പരലോകത്തേക്ക് വേണ്ട സമ്പാദ്യം പരമാവധി ഒരുക്കുകയും അവിടുത്തെ വിജയം മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നതിന്റെ കൂടെ ഭൗതിക ലോകത്ത് ജീവിക്കുവാനുള്ള വിഭവവും വകയും കണ്ടെത്തുവാനും മനുഷ്യൻ ബാധ്യസ്ഥൻ തന്നെയാണ്. അതും ഓരോരുത്തരും കഴിയും വിധം സമ്പാദിക്കുകയും ശേഖരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഖേദിച്ചിരിക്കുവാനോ അത്യാർത്തി പൂണ്ട് പരലോകത്തെ മറന്നു കളയുവാനോ വിശ്വാസി ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്രകാരം ഓരോരുത്തരും തന്നാൽ കഴിയും വിധം സമ്പാദിക്കേണ്ടതുണ്ട്, തന്റെ ഉപജീവനം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തവക്കുലാക്കുകയാണെങ്കിൽ, യഥാർത്ഥ തവക്കുൽ യഥാർത്ഥ ബലമേൽപ്പിക്കൽ നടത്തുകയാണെങ്കിൽ, ലറസഖകും കമാ യർസുഖുത് തയ്ർ, ഒരു പക്ഷിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്കും അവൻ ഉപജീവനം നൽകുന്നതാണ്. തഗ്ദു ഖിമാസൻ വതറൂഹ ബിതാന, കാലി വയറുമായി കൊണ്ടത് രാവിലെ സഞ്ചരിക്കുകയും അങ്ങനെ അവസാനം അത് തിരിച്ചു വരുന്നത് വിശപ്പൊക്കെ അടഞ്ഞ് അതിന് വേണ്ട എല്ലാവിധ ഭക്ഷണങ്ങളും ലഭിച്ചുകൊണ്ടായിരിക്കും. അഥവാ ആ പക്ഷിയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരിച്ചപ്പോൾ ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അത് രാവിലെ അതിന്റെ കൂട് വിട്ട് ഇറങ്ങുന്നുണ്ട്, അധ്വാനിക്കുവാൻ അത്
കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അതിനു വേണ്ട ഉപജീവനം റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. അതേ രൂപത്തിൽ യഥാർത്ഥ തവക്കുൽ നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഉപജീവനം നമ്മൾ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതായിരിക്കും എന്നാണ്. അതാണ് യഥാർത്ഥ തവക്കുൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ രീതിയിൽ ഭൗതിക ലോകത്ത് വസിക്കുന്ന ഓരോ സൃഷ്ടികളും അവസാനം തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിയെത്തുന്നവരായിരിക്കും. ഏതെല്ലാം രീതിയിൽ അവർ ജീവിതം നയിച്ചാലും റബ്ബിനെ സ്മരിച്ചുകൊണ്ടോ അവനെ ഓർക്കാതെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ടോ അല്ലാതെയോ എങ്ങനെയൊക്കെ ജീവിച്ചവരാണെങ്കിലും ഏതെല്ലാം രൂപത്തിൽ അവർ വസിച്ചവരാണെങ്കിലും എല്ലാവരും തന്നെ തന്റെ റബ്ബിങ്കലേക്ക് തിരികെ എത്തുന്നവർ തന്നെയാണ്. ആ കാര്യമാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് രണ്ട് വാക്കുകളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് വ ഇലൈഹിൻ നുശൂർ, അഥവാ അവങ്കിലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പുള്ളത് എന്നാണ്. ബഅദൽ മശീ ഫീ മനാകിബിൽ അർള്, ഭൂമിയുടെ ചുമലുകളിലൂടെയുള്ള നിങ്ങളുടെ സഞ്ചാരങ്ങൾ, അതേപോലെ തന്നെ വതതല്ലുബിർ റിസ്ഖ്, ഉപജീവനങ്ങൾ തേടുകയും അങ്ങനെ വമാ യതളമ്മനു മിനൻ നദർ വതഅമ്മുൽ ഫീ മുസബ്ബബാതിൽ അസ്ബാബി വതസ്ഖീരില്ലാഹി ലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തുറന്നു തന്നിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും നിങ്ങൾ വ്യാപൃതരാവുകയും അങ്ങനെ നിങ്ങളുടെ നോട്ടവും നിങ്ങളുടെ സഞ്ചാരങ്ങളും എല്ലാം കഴിഞ്ഞു. അങ്ങനെ അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ മടങ്ങിയെത്തുന്നവരായിരിക്കും. അതാണ് സൂറത്ത് സുഖ്റുഫിലെ 14-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആ ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തിൽ പറഞ്ഞത് വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അതെ തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിയെത്തുന്നവർ തന്നെയാണ് എന്ന്. ആ ഒരു മടക്കം ഏതൊരു മനുഷ്യർക്കും ഉണ്ടായിരിക്കും. റബ്ബിനെ അനുസരിച്ച് ജീവിച്ചവനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അവന്റെ വിധിവിലക്കുകൾക്ക് പരിഗണന കൊടുക്കാതെ ജീവിച്ചവനാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു അനുഭവം അതുണ്ടായിരിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധം ജീവിക്കുവാനും യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുവാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഉപജീവനം തേടുമ്പോഴും ഭൗതിക ലോകത്ത് ഇടപെടുമ്പോഴും എല്ലാം നാം പെരുമാറേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിനും അവന്റെ വിധിവിലക്കുകൾക്കും പരിഗണന നൽകിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള നിഷിദ്ധങ്ങളിലേക്കും ജീവിതത്തെ വഴിതിരിക്കാതെ ചൊവ്വായ പാതയിലൂടെ സഞ്ചരിക്കാനും ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കി ഹലാലിലൂടെ ജീവിതത്തെ നയിക്കാനും നമ്മൾ നമ്മുടെ പരമാവധി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.